ഇന്ന് 2015 മാർച്ച് 17 ചൊവ്വാഴ്ചയാണ്. 1190 മീനമാസം 3 തീയതിയാണ് കേട്ടോ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നിയമസഭയിലുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കോലാഹലത്തെ തുടർന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. നമുക്ക് മാതൃഭൂമി അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. 5 MLA-മാർക്ക് സസ്പെൻഷൻ. ഈ 5 പേരുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. EP ജയരാജൻ, V ശിവൻകുട്ടി, KT ജലീൽ, K കുഞ്ഞഹമ്മദ്, K അജിത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ചർച്ചയില്ല, തിങ്കളാഴ്ച വരെ സഭ നിർത്തിവെച്ചു. 4 മാസത്തെ ചെലവിനുള്ള വോട്ട് ഓൺ അക്കൗണ്ടും ഉപധന അഭ്യർത്ഥനകളുടെ വിനിയോഗ ബില്ലും തിങ്കളാഴ്ച പരിഗണിക്കുമെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാർത്തയിലേക്കൊന്ന് കിടക്കാം. ബഡ്ജറ്റ് അവതരണ ദിവസം നിയമസഭയിൽ അക്രമം നടത്തിയതിന് 5 പ്രതിപക്ഷാംഗങ്ങളെ നടപ്പ് സമ്മേളനം തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്തു. EP ജയരാജൻ, V ശിവൻകുട്ടി, KT ജലീൽ, K കുഞ്ഞമ്മദ്, K അജിത് എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് ബഡ്ജറ്റിന്മേലുള്ള ചർച്ച വെട്ടിച്ചുരുക്കി സഭ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. ശിവൻകുട്ടി 2ാം പ്രാവശ്യമാണ് സസ്പെൻഷന് വിധേയനാകുന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ നാം തല കുനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ ലോകത്തിന് മുന്നിൽ നാം തല കുനിച്ചേണ്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്ന് സ്പീക്കർ N ശക്തൻ പറഞ്ഞു. ഇതിന് ജനങ്ങളോട് മാപ്പു പറയണം. ലോകം മുഴുവനുള്ള മലയാളികൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചർച്ച ചെയ്തതും ഇക്കാര്യമാണ്. പല കാര്യങ്ങളിലും കേരള നിയമസഭ നേടിയിരുന്ന 1ാം സ്ഥാനം ഇതിലൂടെ നഷ്ടപ്പെടുത്തിയെന്നും സ്പീക്കർ റൂളിംഗിൽ പറഞ്ഞു എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള മനോരമ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 5 MLA-മാര് അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ 5 പേർ അന്ന് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. V ശിവൻകുട്ടി MLA അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറുടെ വേദിയിലും താഴെയും എല്ലാ അക്രമത്തിനും മുൻനിര പങ്കാളിയായി CPM-ന്റെ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗം. മുണ്ട് മടക്കി കുത്തി സ്പീക്കറുടെ വേദിയിലേക്ക് ഇരച്ചു കയറി മേശയിലെ കമ്പ്യൂട്ടർ കീബോർഡ് പൊളിച്ചെടുത്തു. എമർജൻസി ലൈറ്റ് തകർത്തു. സ്പീക്കറുടെ മേശയിൽ കയറി നിന്നു. അവിടെ നിന്ന് വാച്ച് ആൻഡ് വാർഡിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു തുടങ്ങിയതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒടുവിൽ ദേഹാസ്വസ്ഥ്യം എന്നും പറയുന്നുണ്ട്. അടുത്തായിട്ട് EP ജയരാജൻ CPM-ന്റെ തന്നെ നമുക്ക് നോക്കാം. സ്പീക്കറുടെ കസേര മറിച്ചിട്ടു. അതിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ താഴേക്ക് തള്ളി എറിഞ്ഞു. അധ്യക്ഷ വേദിയിലെ അക്രമത്തിന് CPM-ന്റെ ഈ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻനിര നേതൃത്വം നൽകി. വാച്ച് ആൻഡ് വാർഡുമായുള്ള ഉന്തിലും തള്ളിലും ഏർപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ KT ജലീൽ MLA ചെയ്തിരിക്കുന്നത് സ്പീക്കറുടെ കസേര ആദ്യം മറിച്ചിട്ടത് ഇദ്ദേഹമായിരുന്നു. അധ്യക്ഷ വേദിയിലേക്ക് ഓടിക്കയറി പ്രതിഷേധത്തിന് പുറത്തു നിന്നു. വാച്ച് ആൻഡ് വാർഡുമായി പലവട്ടം തല്ലുകൂടി സ്പീക്കറോട് കയർത്തു എന്നും പറയുന്നുണ്ട്. അതുപോലെ CPM-ന്റെ തന്നെ പേരാമ്പ്രയിലെ MLA K കുഞ്ഞമ്മദ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. സ്പീക്കറുടെ വേദിയിലെ അക്രമങ്ങൾക്ക് മുന്നിൽ നിന്നു. കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ആദ്യം കൈവച്ചത് കുഞ്ഞമ്മദാണ്. മോണിറ്റർ ഇളക്കി വലിച്ചെറിഞ്ഞു. സ്പീക്കർ സഭയിൽ പ്രവേശിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളിലും സജീവ പങ്കാളിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അവസാനമായിട്ട് K അജിത് CPI-യുടെ MLA ആണ്. സ്പീക്കറുടെ മേശയും മറ്റും കേടുപാടുകൾ വരുത്തുന്നതിൽ മുന്നിൽ. തുടർന്ന് മേശപ്പുറത്ത് കയറി നിന്ന് പ്രതിഷേധം. ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡെസ്കിന് മുകളിലൂടെ അദ്ദേഹത്തിന് അടുത്തെത്താൻ ശ്രമം. ശിവൻകുട്ടി നിലത്തു വീണപ്പോൾ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും. ഒടുവിൽ കുഴഞ്ഞു വീണു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ് 5 MLA-മാർക്കും സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്തയുള്ളത് മാണി രാജിവെക്കും വരെ സമരമെന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ്. നമുക്ക് നോക്കാം. ധനമന്ത്രി KM മാണി രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭ സമരം ശക്തമാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷത്തിലെ 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് MLA-മാർ നിയമസഭയ്ക്ക് പുറത്തേക്ക് നടത്തിയ പ്രകടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി കേസിൽ പ്രതിയായ മാണി രാജിവെക്കണം. അതുവരെ സമരം ശക്തമായി തുടരും. MLA-മാരെ വേണമെങ്കിൽ ഇനിയും സസ്പെൻഡ് ചെയ്യാം. പാർട്ടി പ്രവർത്തകരെ തെരുവിൽ തല്ലിച്ചതയ്ക്കാം. ഇതൊന്നും പ്രതിപക്ഷത്തെ തളർത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വാർത്ത ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു. കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ നികുതി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അത് പിൻവലിച്ചു എന്നൊരു വാർത്തയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ നികുതി പിൻവലിച്ചു. അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് ബഡ്ജറ്റിൽ നികുതി ഏർപ്പെടുത്തിയത് പിൻവലിച്ചതായി മന്ത്രി KM മാണി നിയമസഭയിൽ അറിയിച്ചു. ഇതിലൂടെ 260 കോടി രൂപയുടെ നികുതി ഇളവാണ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ ബഹളം കാരണം ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച വേണ്ടെന്ന് വെച്ചു. മന്ത്രിയുടെ മറുപടി മാത്രമാണ് ഉണ്ടായിരുന്നത്.
അരി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 1%, മൈദ, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5%മാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ഒഴിവാക്കിയത് വഴി 110 കോടിയുടെ നികുതി ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് ഏർപ്പെടുത്തിയ 2%, വെളിച്ചെണ്ണയ്ക്ക് ചുമത്തിയ 1% നികുതിയും പിൻവലിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിലൂടെ 150 കോടിയുടെ നികുതിയാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത് എന്നും പറയുന്നുണ്ട്. ശരിക്കും ഈ നികുതി, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ അതും അവശ്യ സ്ഥാനങ്ങളുടെ നികുതി പിൻവലിച്ചൊക്കെ നല്ലൊരു തീരുമാനം തന്നെയാണ് അല്ലേ. അതുപോലെ മറ്റൊരു വാർത്തയായിട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ചികിത്സ കഴിഞ്ഞ് മടങ്ങി എന്നൊരു വാർത്തയാണ്. ബാംഗ്ലൂരിലാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 10 ദിവസത്തെ പ്രകൃതി ചികിത്സയ്ക്ക് ശേഷം മടങ്ങി. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം തിങ്കളാഴ്ച ബംഗളൂരുവിലെ ഹോസ്പിറ്റലിൽ വിടുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അടിക്കുറിപ്പ്. ബംഗളൂരുവിലെ തുങ്കൂർ റോഡിലെ ജിൻഡാൽ നേച്ചർ കെയർ ആശുപത്രിയിൽ മാർച്ച് 5-നാണ് അദ്ദേഹം ചികിത്സയ്ക്കായി മാതാപിതാക്കളോടൊപ്പം എത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രമേഹ നില നിയന്ത്രണ വിധേയമായതായും ചുമ കുറഞ്ഞതായും ഡോക്ടർമാർ അറിയിച്ചു എന്നും പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് PSC റാങ്ക് ലിസ്റ്റ് 6 മാസം നീട്ടി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSC തീരുമാനിച്ചു. ഈ മാർച്ച് 31-ന് നിലവിലുള്ളതും 2015 സെപ്റ്റംബർ 29-നകം കാലാവധി അവസാനിക്കുന്നതും 4 വർഷം പൂർത്തിയാകാത്തതുമായ റാങ്ക് പട്ടികകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. 1000-ഓളം റാങ്ക് പട്ടികകൾ ഈ വിഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. റേഷൻ കാർഡ് ഇനിയും ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത. റേഷൻ കാർഡിനായി ഫോട്ടോ എടുക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 82 ലക്ഷം കാർഡ് ഉടമകളിൽ 71 ലക്ഷം പേരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. നേരത്തെ നിശ്ചയിച്ച ക്യാമ്പുകൾ ഒരാഴ്ച കൂടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവസരം ലഭിക്കാത്തവർക്കായി 20 റേഷൻ കടകൾക്ക് ഒരു ക്യാമ്പ് എന്ന നിലയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ആവശ്യമെങ്കിൽ പിന്നീട് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും ഫോട്ടോ എടുക്കാൻ സൗകര്യമൊരുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇനിയെങ്കിലും ഫോട്ടോ എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള ബോംബെ എസ് കമാൽ അന്തരിച്ചു എന്നൊരു വാർത്തയാണ്. അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മനോരമയാണ് ഇത് ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ബോംബെ എസ് കമാൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശ്വാസതടസ്സം അനുഭവപ്പെട്ട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് രാത്രി 9:45-നായിരുന്നു അന്ത്യം ഉണ്ടായിരുന്നത്. അത് 6 പതിറ്റാണ്ട് മലയാള സംഗീത രംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചത്. 13 മലയാള സിനിമകൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട പേജിൽ, ഇത് ഫ്രണ്ട് പേജിലെ വിശേഷങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിരിക്കുന്ന ലേഖനം ഒന്ന് വായിക്കാം. സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ് മലയാള മനോരമ ഇന്ന ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ സ്ത്രീ ചോദിക്കുന്നത് എന്ന തലക്കെട്ടോടുകൂടിയാണ് ലേഖനം. പെൺ സ്വപ്നങ്ങളെ മാനിച്ച് ഒപ്പം സമൂഹം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ലേഖനം ഒന്ന് പെട്ടെന്ന് വായിക്കാം. പെൺമയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആവോളം ചർച്ച ചെയ്ത് ഒരു വനിതാ ദിനം കൂടി കടന്നുപോയിട്ട് അധികം ദിവസങ്ങളായില്ല. ആ ഒറ്റ ദിവസത്തെ ആഘോഷം കൊണ്ടാണോ പെൺ സ്വപ്നങ്ങളുടെ നിറവും നിഴലും അളക്കേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്തു. അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മുദ്രാമുഖമായ പുതിയ മലയാളി വനിതയെ സമൂഹത്തിന്റെ ആൺപാതി എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട് എന്ന ഒന്നാം ചോദ്യത്തിന് നാം മറുപടി കണ്ടെത്തേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഒരു സർവേ നടത്തിയിരുന്നു. അവർ സർവേയിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണെന്നും പറയുന്നുണ്ട്. സ്ത്രീക്ക് ഏത് അർദ്ധരാത്രിയിലും വഴി നടക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യ പുലരിക്കും മുൻപായിരുന്നിട്ടും ആ സ്വപ്നത്തിന് ഇന്നും രാത്രി വഴി സുരക്ഷിതമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു വളരെ പ്രസക്തമായൊരു ചോദ്യവും മലയാള മനോരമ ഈ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നതാണ് സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിലും നമ്മുടെ നാട്ടിൽ കൂടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തും സ്ത്രീക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും സുരക്ഷയും ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇനി നമ്മൾ കടക്കുന്നത് സ്പോർട്സ് വിശേഷങ്ങളിലേക്കാണ്. സ്പോർട്സ് പേജിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ലോകകപ്പിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ എന്താ പറയുക ഒരുക്കം എന്നുള്ള അല്ലെങ്കിൽ മുന്നോടി എന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബോളിംഗ് കരുത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത. ക്വാർട്ടർ ഫൈനൽ നാളെ മുതൽ. ഇന്ത്യയുടെ കളി 19-ന് മെൽബണിൽ എന്നും പറയുന്നുണ്ട്. ഇതിൽ ഫോട്ടോയിൽ കാണുന്നത് സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ബോൾ ചെയ്യുന്ന ഇന്ത്യൻ പേസ് ബോളർ മോഹിത് ശർമ്മയുടെ ഫോട്ടോ ആണ്. നമുക്ക് നോക്കാം.
6 മത്സരങ്ങളിൽ 60 വിക്കറ്റ്, ശരാശരി 100-ൽ 100. ബാറ്റിംഗ് കരുത്തിൽ വിശ്വസിക്കുകയും ജയിക്കുകയും ചെയ്തു പോന്ന ഇന്ത്യക്ക് ലോകകപ്പിൽ മാച്ച് സ്പിന്നർമാർ ബോളർമാരായിരിക്കുന്നു, പ്രത്യേകിച്ച് പേസർമാർ. തുടർച്ചയായ 6 മത്സരങ്ങളിലും എതിരാളികളുടെ മുഴുവൻ വിക്കറ്റും കൊയ്ത ഇന്ത്യ 6ലും എതിരാളികളിൽ ആരെയും 50 ഓവർ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചുമില്ല എന്നും പറയുന്നുണ്ട്. 50 ഓവർ ക്വാർട്ടർ ഫൈനൽ നാളെ ആരംഭിക്കാനിരിക്കെ ഇന്ത്യ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. ബംഗ്ലാദേശിനെതിരെ മെൽബണിൽ 19-നാണ് ഇന്ത്യയുടെ ക്വാർട്ടർ ഫൈനൽ. നാളെ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക മത്സരമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കപിൽ ദേവിൻ്റെ കമൻസ് എന്ന പേരിലുണ്ട്. 8-ൽ പോരാട്ടം കസറും, അതുപോലെ തന്നെ സാധ്യതയിൽ മുന്നിൽ ഓസ്ട്രേലിയ, അമ്പരപ്പിച്ചത് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ലോകകപ്പ് ക്രിക്കറ്റ് ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ഒരുവിധ പ്രവചനത്തിനും ഞാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർക്കും ആരെയും തോൽപ്പിക്കാമെന്ന് ഈ ലോകകപ്പ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മനസ്സിൽ കുറിച്ചവരിൽ ഇംഗ്ലണ്ടിനെ മാത്രമാണ് അവിടെ കാണാത്തത്. തീരുമാനിച്ച് ഉറപ്പിച്ചെത്തിയ ബംഗ്ലാദേശാണ് അവരെ പറഞ്ഞുവിട്ടത്. എന്നെ അമ്പരപ്പിച്ച 3 ടീമുകളിൽ ഒന്ന് അങ്ങനെ ഇംഗ്ലണ്ടായി. രണ്ടാമത്തേത് ദക്ഷിണാഫ്രിക്കയാണ്. കണ്ടില്ലേ, ഇപ്പോഴും നിലവാരത്തിനൊത്ത് ഉയരാൻ കഴിയാതെ കിടന്ന് പരങ്ങുകയാണവർ. പിന്നെ ഇന്ത്യ, പ്രതീക്ഷകൾക്കും വളരെ ഉയരെ എത്തി നിൽക്കുന്നു അവർ എന്നും കപിൽ ദേവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടു. നമ്മുടെ ഒരു ക്രിക്കറ്റ് താരം ഹ്യൂസ് ബോൾ തലയിൽ കൊണ്ട് അദ്ദേഹം മരിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഹ്യൂസിന് സ്മാരകമായിട്ട് ഒരു പുതിയ രീതിയിലുള്ളൊരു ഹെൽമെറ്റുകൾ വിപണിയിൽ ഇറങ്ങി എന്നൊരു വാർത്തയാണ്. തലയുടെ പിൻഭാഗത്ത് സംരക്ഷിത കവചമുള്ള ഹെൽമറ്റുമായി താരങ്ങൾ. ഇതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ കണ്ടിരിക്കുന്നത്. ഇത് പുതിയ രീതിയിലുള്ള ഹെൽമറ്റ് അണിഞ്ഞ് നിൽക്കുന്ന ഓസീസ് താരം സ്റ്റീവ് സ്മിത്തിൻ്റെ ഫോട്ടോ ആണിത്. ഫിൽ ഹ്യൂസിനുള്ള ഏറ്റവും ഉചിതമായ സ്മാരകം ഇതായിരിക്കും. തലയ്ക്ക് പിന്നിൽ സംരക്ഷിത കവചമുള്ള ഈ ഹെൽമെറ്റുകൾ. സീൻ അബറ്റിന്റെ ബൗൺസർ തലയിൽ കൊണ്ട് ഫിൽ ഹ്യൂസിനുണ്ടായ ദുരന്തത്തിന് ശേഷം ലോകകപ്പിൽ പല താരങ്ങളും ഉപയോഗിക്കുന്നത് ഇത്തരം ഹെൽമെറ്റുകളാണ്. അയർലൻഡ് താരം ജോൺ മൂണി സ്വയം രൂപകൽപ്പന ചെയ്ത ഹെൽമെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരെ ഉൾപ്പെടെയുള്ളവർ മസൂറി കമ്പനി പുറത്തിറക്കിയ പ്രത്യേക ഹെൽമെറ്റുകളാണ് ധരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് താരം എന്നതിനൊപ്പം ഒരു ഇലക്ട്രീഷ്യൻ കൂടിയായ മൂണി തലയുടെ പിൻഭാഗത്ത് ഒരു അധിക കവചം പിടിപ്പിച്ച ഹെൽമെറ്റാണ് ഉപയോഗിക്കുന്നത്. ഹ്യൂസിന്റെ മരണത്തിന് ശേഷം ഹെൽമെറ്റിൽ രൂപമാറ്റം വരുത്തിയ ആദ്യ ക്രിക്കറ്റ് താരങ്ങളിലൊന്നാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രത്യേക രീതിയിലുള്ള ഹെൽമെറ്റ് ഒരു പരിധിവരെ എന്താ പറയുക, ഈ ബോളിൽ നിന്നുള്ള ആക്രമണം തന്നെ പറയാം അല്ലേ, അതിൽ നിന്നും ബാറ്റ്സ്മാൻമാരെ രക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ലോകകപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം പ്രവാസ ലോകത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഗൾഫ് വാർത്തകൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം ഗൾഫ് വാർത്തയായിട്ട് വരുന്നത് നമ്മുടെ UAE-യിലത്തെ കുട്ടികളുടെ പരീക്ഷാ ചൂട് ഒഴിഞ്ഞു, ഇനി അവധിക്കാലം എന്നൊരു വാർത്തയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞു, എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ട്, നമുക്ക് നോക്കാം. പരീക്ഷാ ചൂട് ഒഴിയുന്നു, ഇനി അവധിക്കാലം. UAE-യിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ പിരിമുറുക്കത്തിൽ നിന്ന് മോചനം. ഇനി 2 ആഴ്ചയോളം അവധിക്കാലമാണ്. മാർച്ച് 1-ന് ആരംഭിച്ച 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ മാർച്ച് 15-ന് അവസാനിച്ചു. മുതിർന്ന ക്ലാസ്സുകളിലേക്കുള്ള പരീക്ഷകൾ ഏപ്രിൽ 24 വരെ തുടരും. മാർച്ച് 26 മുതൽ പരീക്ഷാഫലം അറിവായി തുടരും. ഏപ്രിൽ 2-നാണ് മിക്ക ക്ലാസ്സുകളും ആരംഭിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ എന്ന് പറയുന്നുണ്ട്. ചെറുതെങ്കിലും അവധി കിട്ടുന്ന സന്തോഷവും അവർ മറച്ചു വെക്കുന്നില്ല. കുട്ടികളുടെ അവധി പ്രമാണിച്ച് നാട്ടിൽ പോകുന്ന കുടുംബങ്ങളും ധാരാളമുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന കൂടിയ വിമാനക്കൂലി ഇപ്പോൾ അനുഭവപ്പെടാത്തതും നാട്ടിൽ പോകുന്ന കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി എന്നും പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് UAE-യുടെ വടക്കൻ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു എന്നൊരു വാർത്തയാണ്. UAE-യുടെ വടക്കൻ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച മഴ പെയ്തു. ഉമ്മൽ ഖുവൈനിലായിരുന്നു സാമാന്യം നല്ല തോതിൽ മഴ പെയ്തത്. മറ്റ് സ്ഥലങ്ങളിൽ പൊതുവെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. ദുബായിയുടെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മഴ ചാറുകയും ചെയ്തു. 2 ദിവസം കൂടി ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രവചനം. അപ്പോൾ എന്തായാലും കാലാവസ്ഥ മാറ്റത്തോടനുബന്ധിച്ച് ഇപ്പോൾ ചൂട് വരാൻ പോവാണല്ലോ, അതിന് മുന്നോടിയായിട്ടാണ് ഈ മഴ എന്ന് തോന്നുന്നു. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് മസ്കറ്റ് നഗരസഭ മാലിന്യ ശേഖരണ സംവിധാനം വിപുലീകരിക്കുന്നു എന്നൊരു വാർത്തയാണ്, നമുക്ക് നോക്കാം. മസ്കറ്റ് നഗരസഭ മാലിന്യ ശേഖരണ സംവിധാനം വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു. ഷാത്തി അൽ ഖുറം, മദീനത്ത് ഖാബൂസ്, അമീറാത്ത് മേഖലകളിലേക്ക് കൂടി സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഇതിനായി 2500 മാലിന്യ ശേഖരണ പെട്ടികൾ കൂടി വിതരണം ചെയ്യുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിലവിൽ മത്ര, സീബ്, ഖുറിയാത്ത് മേഖലകളിലാണ് ഈ സംവിധാനമുള്ളത്. നഗരം വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുന്നതിനും പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനുമായി 2013-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത് എന്നും പറയുന്നുണ്ട്. മറ്റൊരു ഗൾഫ് വാർത്തയുള്ളത് ലേബർ ക്യാമ്പ് പരിശോധനയും സ്മാർട്ട് എന്ന് പറയുന്നതാണ്. ദുബായിൽ 5.69 ലക്ഷം തൊഴിലാളികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും സ്മാർട്ട് കാർഡ് കൊണ്ടുവരുന്നതിനുള്ള ഒരു വാർത്തയാണ്, നമുക്ക് നോക്കാം.
ദുബായിലെ ലേബർ ക്യാമ്പുകൾ പരിശോധിക്കാനും നടപടികൾ സ്വീകരിക്കാനുമായി സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നു. കണക്കുകൾ അനുസരിച്ച് ദുബായിൽ 5,69,128 അവിദഗ്ധ തൊഴിലാളികളാണ് ഉള്ളത്. ഇവരിൽ ഏറെയും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്ക് വൃത്തിയും വെടിപ്പുമുള്ള താമസ സ്ഥലങ്ങളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ പരിശോധനകൾ നടത്താൻ ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന് കീഴിലുള്ള സ്ഥിരം സമിതി നടപടികൾ ആരംഭിച്ചു എന്നും പറയുന്നുണ്ട്. ബർദുബായിലെയും ദേറയിലെയും 3039 കമ്പനികളിലായാണ് വിവിധ രാജ്യക്കാരായ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ നിരന്തരം സമിതി പരിശോധിക്കുന്നുണ്ടെന്ന് സമിതി ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഒബൈദ് മൊഹൈർ ബിൻ സുറൂർ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഗൾഫ് വാർത്തയുള്ളത് നമ്മുടെ മലയാള മനോരമ പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടകപ്പാലിൽ ഇനി ഐസ്ക്രീം മധുരവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗതുകരമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. മധ്യപൂർവ്വ ദേശത്തെ പ്രമുഖ ഫാമായ അലൈൻ ഡയറി ഒട്ടകത്തിൻ്റെ പാലിൽ നിർമ്മിച്ച ഐസ്ക്രീം ക്യാമലെ എന്നാണ് അതിൻ്റെ പേര്, അത് വിപണിയിൽ ഇറക്കി എന്ന് പറയുന്നുണ്ട്. കമ്പനി ചെയർമാൻ മുഹമ്മദ് സെയ്ഫ് അൽ സുവൈദിയും CEO അബ്ദുള്ള സെയ്ഫ് അൽ ദർമഖിയും ചേർന്നായിരുന്നു ഉദ്ഘാടനം. അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനത്തിൽ ഒരുക്കിയ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊടിയാണത്. അത് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്കും അലർജിക്കുമുള്ള പ്രകൃതിദത്തമായ പരിഹാരം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒട്ടകപ്പാലിൽ നിന്നുള്ള ഐസ്ക്രീമും ഇനി ലഭ്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകളൊക്കെ. ഇനി മറ്റൊരു വാർത്തയും കൂടിയുണ്ട്, നമുക്ക് അതിലേക്കൊന്ന് പെട്ടെന്ന് പോകാം. വില്ല സ്കൂളുകൾ ഇല്ലാതാകുന്നു എന്നാണ്. അബുദാബിയിൽ ഈ അധ്യയന വർഷത്തോടെ 18 വില്ല സ്കൂളുകളും പ്രവർത്തനം നിർത്തുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അബുദാബിയിൽ ഈ അധ്യയന വർഷത്തോടെ 8 വില്ല സ്കൂളുകൾ കൂടി അടപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ കൗൺസിൽ അധികൃതർ അറിയിച്ചു. വ്യത്യസ്ത പാഠ്യപദ്ധതികൾ പിന്തുടരുന്ന സ്കൂളുകൾ ഓഗസ്റ്റ് അവസാനത്തോടെ അടയ്ക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഈ അധ്യയന വർഷത്തോടെ എമിറേറ്റിലെ വില്ല സ്കൂളുകൾ ഓർമ്മയാകും. വിദ്യാർത്ഥികളുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് വില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അടപ്പിക്കുന്നതെന്ന് വിദ്യാഭ്യാസ കൗൺസിൽ അധികൃതർ അറിയിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അബുദാബിയിൽ ഇതോടുകൂടി വില്ല സ്കൂളുകളും ഇല്ലാതാവുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പത്രത്തിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ ജബൽ ഹഫീത്തിൻ്റെ ഒരു വീഡിയോയും അതുപോലെ നല്ലൊരു വാചകവും ഒക്കെ ആയിട്ട് നമ്മുടെ ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കാണ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 17 രൂപ 2 പൈസയാണ്. ഇന്നലെ അത് വിപണി അവസാനിച്ചപ്പോൾ 17 രൂപ 4 പൈസയായിരുന്നു. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് 140 ദിർഹമാണ്. കുറവാണ് അല്ലേ. അതുപോലെ തന്നെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 133 ദിർഹമാണ്. ഇന്നലെയും ഇതേ സെയിം റേറ്റ് ആയിരുന്നു, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹലോ ഗുഡ് മോർണിംഗിൻ്റെ ഈ ഒരു അരമണിക്കൂർ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ. ഇതുപോലെ തന്നെ നല്ലൊരു വാചകവും പുതിയൊരു സ്ഥലവും അതുപോലെ പത്രങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.